രക്ഷിതാക്കൾ എന്ന നിലയിൽ ആരോഗ്യകരമായ മത്സരത്തിനും പരസ്പര സ്പർദ്ധയ്ക്കും ഇടയിലുള്ള നേരിയ രേഖയെക്കുറിച്ച് ബോധവാന്മാരാണോ? വെൽ, നമ്മളിൽ പലരും ആയേക്കാം, ചിലരായിരിക്കണമെന്നില്ല. ഈ നേരിയ രേഖയെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ പരിമിതിക്ക് പുറത്തേക്ക് സമ്മർദ്ദം ചെലുത്തിയേക്കാം. ഈ പ്രക്രിയയിൽ നിങ്ങൾ മറന്നുപോയ ഒരു കാര്യം നിങ്ങളുടെ കുട്ടിക്ക് സ്വന്തമായി പ്രകടനം കാഴ്ചവെക്കാനുള്ള കഴിവുണ്ട് എന്നതാണ്. അവരുടെ സ്വന്തമായ IQ നിലകൾ, അതിനുമപ്പുറം പ്രകടനം കാഴ്ചവെക്കാൻ അവർക്ക് കഴിയില്ല. മറ്റുള്ള കുട്ടികളുമായി നിങ്ങളുടെ കുട്ടികളെ താരതമ്യം ചെയ്യുന്നതും പിന്നെ കുട്ടികളുടെ പ്രകടനം മതിയായ അളവിലല്ല എന്ന തിരിച്ചറിവും കൂടുതൽ ദോഷം ചെയ്തേക്കാം. ഇത് വളരെ അപകടകരമായേക്കും. ഇപ്പോൾ നിറയെ മാതാപിതാക്കൾ കരുതുന്നത് മത്സരം നിറഞ്ഞ ഈ ലോകത്ത് തങ്ങളുടെ കുട്ടികൾ എല്ലാ കാര്യത്തിലും ഒന്നാമതാകണമെന്നാണ്. അതെ, തീർച്ചയായും ഇത് മത്സരം നിറഞ്ഞ ലോകം തന്നെയാണ്. അതേസമയം കുട്ടികളുടെ അടിസ്ഥാനപരമായ ശരീരപ്രകൃതവും നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നുവെച്ചാൽ എന്താ അർത്ഥം? ഉദാഹരണത്തിന്, ഒരു കുട്ടിക്ക് ഇരുമ്പ് സത്ത് കുറവായിരിക്കാം, വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടാകാം. അതത്ര പ്രത്യക്ഷമായിക്കൊള്ളണമെന്നില്ല. ആ ഡെഫിഷ്യൻസി ഉണ്ടാകും. അതായിരിക്കും അവന്റെ പ്രകടനശേഷിയെ തടസ്സപ്പെടുത്തുന്നത്, പ്രത്യേകിച്ചും പഠനകാര്യങ്ങളിൽ. സ്കൂളിന്റെ കാര്യത്തിലായാലും ശരി, അതുപോലെ സ്പോർട്സിന്റെ കാര്യത്തിലായാലും ശരി. ഇതൊന്നും അറിയാതെ മികച്ച പ്രകടനമൊന്നും പറഞ്ഞ് കുട്ടിയെ സദാ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നാൽ നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ബലം ഇല്ലാതായെന്നും വരാം. സോ നിങ്ങളുടെ കുട്ടി മറ്റു തരത്തിൽ നോർമൽ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പഠന കാര്യങ്ങളിലും അതുപോലെ സ്പോർട്സിലാണെങ്കിലും ശരി തൃപ്തികരമായ ഫലം കാണുന്നില്ലെങ്കിൽ ദയവായി അവനെ പരിശോധിപ്പിക്കുക. കാരണം തികച്ചും ജൈവപരമായ എന്തെങ്കിലും പ്രശ്നമായിരിക്കും അവൻ നേരിടുന്നത്. അതിന് ചിലപ്പോൾ ഡോക്ടറുടെ സഹായവും പിന്തുണയും വേണ്ടി വന്നേക്കും.